വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ചക്ക കൊണ്ട് വ്യത്യസ്തമായ ഒരു പലഹാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ഈ പലഹാരം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ചക്ക സ്നാക്ക് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് ചെറുപയർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിത് കഴുകി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പഴുത്ത ചക്കയുടെ ഉള്ളിലുള്ള കുരുവും പാടയുമൊക്കെ കളഞ്ഞെടുക്കാം. എല്ലാ ചക്കച്ചുളയുടെയും ഉള്ളിലുള്ള കുരുവും പാടയുമൊക്കെ മാറ്റി എടുത്തു. എല്ലാം ഇതുപോലെ ആണ് എടുക്കാനുള്ളത്. ഫുള്ളായിട്ട് മുറിക്കണ്ട, ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഭാഗം മുറിച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കൊട്ട തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കൊട്ട തേങ്ങ ഇല്ലെങ്കിൽ പച്ച തേങ്ങ എടുത്താലും മതിയാകും. ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് ഞുറുക്കിയെടുക്കാം. കൊട്ട തേങ്ങ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നുറുക്കിയെടുക്കാൻ പറ്റും. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഞുറുക്കിയെടുത്താൽ മതിയാകും. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്ക തേങ്ങ ഇട്ട് കൊടുക്കാം. കൊത്തി അരിഞ്ഞതാണിത്. ഒരു മുറിയെ എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഉണക്ക തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇതിലേക്ക് നമുക്കിനി തേങ്ങ ചുരണ്ടിയത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചുരണ്ടിയതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് വാട്ടി കൊടുക്കാം. ഇതിലേക്ക് 2-3 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. പയർ ഇപ്പോൾ നന്നായിട്ട് വെന്തു കിട്ടി. ഇനി നമുക്ക് ഇത് പയറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിരവിയ തേങ്ങയും നന്നായിട്ട് വഴണ്ടു വന്നു. ഇതിലേക്ക് ഇനി പയർ കൂടി ചേർത്ത് കൊടുക്കാം. പയറും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയും പയറും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചീകി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയുടെ മധുരവും തേങ്ങയുടെ രുചിയും പയറും കൂടി ചേരുമ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം വഴണ്ടു നന്നായി മിക്സായി. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നെയ്യുടെയും ശർക്കരയുടെയും തേങ്ങയുടെയും മണം വരുന്നുണ്ട്. ശർക്കരയൊക്കെ ഉരുകി എല്ലായിടത്തും ചേർന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് മൈദ അരിച്ചെടുക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തത്. അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ളു ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി കട്ട കെട്ടാതെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചാൽ മതിയാകും. ഇതിലേക്ക് 1 നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെയാണ് കുഴച്ചെടുക്കാനുള്ളത്. നമ്മുടെ കൂട്ട് തണുത്തു. ഇത് നമുക്ക് ചെറിയ ചക്കയുടെ അകത്ത് നിറയ്ക്കാനുള്ള ചെറിയ ഉരുളകളാക്കി വെക്കാം. പയർ നന്നായിട്ട് വെന്തതുകൊണ്ട് നല്ലതുപോലെ ഉരുണ്ട് വരുന്നുണ്ട്. നല്ലതുപോലെ വെന്താലേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചക്കയുടെ അകത്തേക്ക് ഓരോ ഉരുളയും വെച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചാൽ മതിയാകും. പുള്ള മുറിക്കാത്തത് കൊണ്ട് അത് യോജിച്ചിരിക്കും. ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി. എല്ലാ കൂട്ടും നമുക്ക് അതുപോലെ വെച്ചു കൊടുക്കാം. കൂടി പോണെങ്കിൽ കുറച്ച് മാറ്റിയാൽ മതി. ഇതേപോലെയാണ് വെച്ചു കൊടുക്കാനുള്ളത്.
എല്ലാം നിറച്ചെടുക്കാം. ഇനി നമുക്കിത് മാവിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുക്കിയെടുത്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മാവേ കുഴച്ചിട്ടുള്ളൂ. ആള് കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് മതി, അതാണ് കുറച്ച് കുഴച്ചെടുത്തത്. ഇതുപോലെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ കുറെ ഇട്ട് കൊടുത്തു, ബാക്കി കുറച്ച് കൂടിയുണ്ട്. ഇതൊന്ന് മറിച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരുപാട് എണ്ണ ചേർത്തിട്ടില്ല, വേവാൻ പാകത്തിനാണ് ഒഴിച്ചു കൊടുത്തത്. തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. എല്ലാം മറിച്ചിട്ട് കൊടുത്തു. കാണുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ചക്കച്ചുളയെല്ലാം നല്ല ഉണ്ടയായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. നീളൻ ചക്കയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് തയ്യാറാക്കാമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഈ ഉണ്ട ചക്കയാണ് ഉള്ളത്. എല്ലാം മുരിഞ്ഞു വന്നു. ഇത് പഴുത്ത ചക്ക കൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ തയ്യാറാക്കിയ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.